കേന്ദ്രമന്ത്രിസഭയിലെ രണ്ടാമൻ ആരാണ്? സാങ്കേതികമായി ഒരു മന്ത്രിസഭയിൽ രണ്ടാമനെന്നോ മൂന്നാമനെന്നോ അങ്ങനെയൊന്നും ഇല്ല. പക്ഷേ പ്രധാനമന്ത്രിയാണല്ലോ ഈ മന്ത്രിമാരെയൊക്കെ നിശ്ചയിക്കുന്നത്. പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നീട് ആരാണ് അടുത്തയാൾ? അങ്ങനെ ഒരു ചോദ്യം സ്വാഭാവികമായും ഉയരാറുണ്ട്. അത് മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ പിന്നെ അതിന് മറ്റൊരു ഉത്തരമില്ല, ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇപ്പോൾ അമിത്ഷായാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷാ ഒരു റെക്കോർഡ് സ്വന്തമാക്കി. അത് മറ്റൊന്നുമല്ല, ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം കേന്ദ്രമന്ത്രിസഭ പദവിയിൽ ഇരുന്ന ആൾ എന്നതാണ് അമിത്ഷാ സ്വന്തമാക്കിയ ആ റെക്കോർഡ്. 2258 ദിവസങ്ങളാണ് ഇപ്പോൾ അമിത്ഷാ പൂർത്തിയാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് മറ്റൊരു BJP നേതാവ് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം കാലം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നത്. അത് LK അദ്വാനിയാണ്. 2256 ദിവസങ്ങളാണ് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചത്. കോൺഗ്രസ് നേതാവായ ഗോവിന്ദ് വല്ലഭ് പന്ത് 1955 ദിവസവും വല്ലഭായ് പട്ടേൽ 1218 ദിവസവും ആണ് ആഭ്യന്തരമന്ത്രി പദത്തിൽ ഇരുന്നത്. എന്തായാലും അമിത്ഷാ 2019 മെയ് 30-നാണ് രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ്. വളരെ പരിചയസമ്പന്നനായ രാഷ്ട്രീയ നേതാവാണ് അമിത്ഷാ. നേരത്തെ സഹകരണ വകുപ്പ്, അതായത് രാജ്യത്ത് തന്നെ ഏറ്റവും ആദ്യമായി അങ്ങനെ ഒരു വകുപ്പ് രൂപീകരിച്ചപ്പോൾ ആ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. BJPയുടെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതിനിടെ ആഭ്യന്തരമന്ത്രി പദത്തിലിരിക്കെ ഒട്ടേറെ സംഭവങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി അടക്കം എടുത്തു കളഞ്ഞത്, കശ്മീരിൽ തന്നെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള ആക്രമണങ്ങൾ, തീവ്രവാദ ആക്രമണങ്ങൾ, മണിപ്പൂരിലെ വിഷയങ്ങൾ, ഇങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ആണ് ആഭ്യന്തരമന്ത്രി പദത്തിൽ അമിത്ഷാ തുടരുന്നതിനിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോഴും രാജ്യത്ത് വലിയ തോതിൽ ഉള്ള കലാപങ്ങളിലേക്കോ അരക്ഷിതാവസ്ഥയിലേക്കോ വിഘടനവാദത്തിലേക്കോ ഒന്നും പോയിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്.